നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിൽ വനിതാ നേതാക്കളുടെ തമ്മിലടി. AICC വക്താവ് ഷമ മുഹമ്മദും KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നത്. KPCC മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലയും ദീപ്തി മേരി വർഗീസിനാണ്. ഇതിനായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ദീപ്തി രൂപീകരിച്ചിരുന്നു. പ്രധാന നേതാക്കളും കോൺഗ്രസുമായി ബന്ധമുള്ളവരുമാണ് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ചാനൽ ചർച്ചകളിലെ നിലപാട്, സർക്കാരിനെതിരായി ഉന്നയിക്കേണ്ട വിമർശനങ്ങൾ, ആരൊക്കെ ഏത് ചാനലിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കണം തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നത്. ദീപ്തിയെ കൂടാതെ KPCC ഓഫീസിലെ 2 ജീവനക്കാരുമായിരുന്നു ഈ ഗ്രൂപ്പിലെ മറ്റ് അഡ്മിന്മാർ. ഈ ഗ്രൂപ്പിൽ നിന്നാണ് ഷമയെ പുറത്താക്കിയിരിക്കുന്നത്. ഈ മാസം 16-നാണ് ഷമയെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത്. ഗ്രൂപ്പിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ ഒഴിവാക്കുകയാണ് ഉണ്ടായതെന്ന് ഷമ മുഹമ്മദ് പ്രതികരിച്ചു. കാരണം എന്താണെന്ന് അറിയിച്ചിട്ടില്ല. മലയാളം ചാനൽ ചർച്ചകളിലും പങ്കെടുപ്പിക്കാറില്ല. 3.5 മാസമായി ഇത്തരത്തിൽ ഒഴിവാക്കുകയാണെന്നും ഷമ പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ഒരു പ്രശ്നവുമില്ല. എന്നിട്ടും ഒതുക്കാനുള്ള ശ്രമം എന്തുകൊണ്ടാണെന്ന് ദീപ്തി തന്നെ വ്യക്തമാക്കണമെന്നും ഷമ ആവശ്യപ്പെട്ടു. എന്നാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ദീപ്തിയുടെ പ്രതികരണം. KPCC ഔദ്യോഗികമായി രൂപം നൽകിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നല്ല ഷമയെ ഒഴിവാക്കിയത്. താൻ വ്യക്തിപരമായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. KPCCയുടെ മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതല ലഭിച്ചപ്പോൾ സ്വന്തം നിലയിൽ രൂപീകരിച്ചതാണ്. ചാനൽ ചർച്ചയുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഷമ മുഹമ്മദ് AICC വക്താവാണ്. കേരളത്തിലെ ചാനലുകൾ ദേശീയ വിഷയങ്ങളിൽ നടത്തുന്ന ചർച്ചകളിലാണ് ഷമ പങ്കെടുക്കുന്നത്. അതിനാലാണ് കേരളത്തിലെ വാർത്തകളുടെ മാത്രം ചർച്ചയ്ക്കായി രൂപീകരിച്ച ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത്. ഷമ ഗ്രൂപ്പിൽ അംഗമായതിനാൽ മറ്റു ചിലർ കൂടി ഗ്രൂപ്പിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ പൊതു മാനദണ്ഡമെന്ന നിലയ്ക്കാണ് ഷമയെയും ഒഴിവാക്കിയതെന്നും ദീപ്തി പറഞ്ഞു. ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാത്തതിൽ ഷമ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള ശ്രമം എന്ന വിമർശനമാണ് ഉയർത്തിയത്. ഇതിലെ പ്രതികാര നടപടിയാണ് ദീപ്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ആരോപണമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താൽപ്പര്യം ഷമ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. ആരാണ് ഈ ഷമ എന്ന KPCC പ്രസിഡന്റ് K സുധാകരന്റെ പ്രതികരണം ഏറെ വിവാദമായിരുന്നു. ഇതിൽ ഷമ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകിയില്ലെന്നും വിമർശിച്ചു. ഇതോടെയാണ് ഷമയെ ഒതുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. ഇപ്പോഴത്തെ നടപടികളും അതിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് ഷമ കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.